ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച ആരംഭിക്കുന്നു. അന്നേ ദിവസം രാവിലെ 8-ന് പാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്നു. ലക്ഷക്കണക്കിന് ഭക്തകൾ പങ്കെടുക്കുന്ന ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25-ാം തീയതി ഞായറാഴ്ചയാണ്. രാവിലെ 10:30-നാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഉച്ചയ്ക്ക് 2:30-ന് പൊങ്കാല നിവേദ്യം നടക്കുന്നു. അന്നു രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് ഫെബ്രുവരി 26-ാം തീയതി തിങ്കളാഴ്ച രാത്രി 12:30-ന് നടക്കുന്ന കുരുതിതർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നു. ഫ്ലോട്ടുകൾ അമ്മയ്ക്ക് അകമ്പടി സേവിക്കാൻ അതിനോടൊപ്പം ആ ക്ഷേത്രത്തിൽ പങ്കെടുക്കുകയും അമ്മ രാത്രി 11 മണിക്ക് പുറത്തെഴുന്നള്ളിച്ച് മണക്കാട് സാസാ ക്ഷേത്രത്തിൽ അമ്മയുടെ സഹോദരൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അമ്മയുടെ സഹോദരനെ കാണാൻ പോയിട്ട് വരുന്നതായിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് അകമ്പടി സേവിക്കുന്നതിനാണ് ഈ കുത്തിയോട്ട ബാലന്മാർ അമ്മയുടെ ഭടന്മാരായിട്ട് പോകുന്നതായിട്ടാണ് സങ്കല്പം. 26-ാം തീയതി രാവിലെ 8 മണിക്ക് ദേവി തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും രാത്രി 9:45-ന് കാപ്പഴിപ്പ് ചടങ്ങ് നടക്കുകയും രാത്രി 12:30-ക്ക് കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കുകയാണ്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാ വർഷവും ഉള്ളതുപോലെ നിങ്ങളുടെ ദൃശ്യപത്രമാധ്യമങ്ങളുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിനു പുറമെ ഞങ്ങളുടെ ട്രസ്റ്റ് കൊടുത്ത നിവേദനം പരിഗണിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.പി. ഗണേഷ് കുമാർ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് നമ്മളുടെ MLAയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ ശ്രീ ശിവൻകുട്ടി അവറുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു ബസ് ദിവസവും 7:30 മണിക്ക് ഇവിടുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും തിരികെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:15 മണിക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ആ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഉത്സവത്തിന് വേണ്ടിയുള്ളതല്ല, സ്ഥിരമായിട്ട് ഉള്ള ഇതാണ്. ഇങ്ങനൊരു ബസ് സർവീസ് അനുവദിച്ചു തന്ന ശ്രീ ഗണേഷ് കുമാർ അവർക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തെത്തിയ ദൃശ്യപത്രമാധ്യമ പ്രവർത്തകർക്ക് എൻ്റെ സ്വന്തം പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടുകൂടി എൻ്റെ കർത്തവ്യം അവസാനിക്കുകയാണ്. ദിവസവും നടന്നു വരുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്കാണ്. ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി അനുശ്രീയാണ്. ആ ചടങ്ങിൽ വെച്ചാണ് ആറ്റുകാൽ അംബ പുരസ്കാരം നൽകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ അംബ പുരസ്കാരം നൽകുന്നതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. പിന്നെ 3-ാം ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് 19-ാം തീയതി. അന്ന് രാവിലെ 9:30-ക്കാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. അതിലേക്കായി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ഇത് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25-ന് രാവിലെ 10:30-ക്ക് അടുപ്പുവെട്ട് നടക്കുന്നു. അതിനുശേഷം 10:30-ക്ക് കുത്തിയോട്ട കുട്ടികൾ ചൂട് 1 മിനിറ്റ് 10:30-ക്കാണ് അടുപ്പുവെട്ട്. അതിനുശേഷം 2:30-ക്കാണ് നിവേദ്യം നടക്കുന്നത്. പിന്നെ വൈകുന്നേരം 7:30-ക്ക് കുത്തിയോട്ട കുട്ടികൾക്കുള്ള ചൂരൽ കുത്ത് ആരംഭിക്കുന്നു. ഇപ്രാവശ്യം 606 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു പണ്ടാര ഓട്ടവുമുണ്ട്. ദേവിയുടെ ഓട്ടമാണത്. ഈ ഇത്രയും പണ്ടാര ഓട്ടം ദേവിയുടെ ഒപ്പമാണ് എഴുന്നള്ളുന്നത്. 606 കുട്ടികളും ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം ദേവി എഴുന്നള്ളുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് ദേവി തിരിച്ചെത്തുന്നത്. അത് ഈ കുട്ടികൾ മുഴുവനും ഇറങ്ങിയതിന് ശേഷം ദേവി എഴുന്നള്ളി ശാസ്താ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസമാകും. പിറ്റേ ദിവസം രാത്രി 9:45-നാണ് കാപ്പ് അഴിക്കുന്നത്. അതിനുശേഷം കുരുതി തർപ്പണത്തോടുകൂടി നമ്മൾ ഏവരും കാത്തിരുന്ന
ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാ പേരും, ഞങ്ങൾ ട്രസ്റ്റും പ്രദേശത്തുള്ളവരും ജീവനക്കാരും മറ്റെല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.